പാട്രിയോട്ട് കണ്ടിട്ടോ. പാട്രിയോട്ട് സിനിമ അനൗൺസ് ചെയ്ത ആ സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നലെ തന്നെ ബുക്ക് ചെയ്ത് ഇന്ന് പോയിട്ട് കണ്ട് വൈകിട്ട് 4:30 ഷോ ആണ് കണ്ടത്. കണ്ടപ്പം കാണേണ്ടിണ്ടായിരുന്നില്ല എന്ന് തോന്നി. ഈ പഴയ ഒരു ടിപ്പിക്കൽ സ്റ്റോറി പുതിയ കുപ്പിയിലാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. കുറേ കോസ്റ്റ്ലി ആയിട്ടുള്ള ആക്ടേഴ്സിനെ വെച്ചിട്ട് ചെയ്തിരിക്കുന്നു, അത്ര തന്നെ. മമ്മൂട്ടി മോഹൻലാലൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്റ്റോറി ചെയ്യാൻ വേണ്ടി സമ്മതിച്ചു എന്നുള്ളതാണ് ഇതുവരെ മനസ്സിലാവാത്തത്. മോഹൻലാൽ ഫാൻസിനും മമ്മൂട്ടി അവർ ഫാൻസുകാർ തമ്മിൽ അടി ഉണ്ടാവുമെങ്കിലും കൂടിയിട്ട് ചില രംഗങ്ങളൊന്നും അവർ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സീൻസൊക്കെ വന്നു പോകുന്നത് എങ്ങനെയാണ് മോഹൻലാൽ മമ്മൂട്ടി ഈ സ്റ്റോറിയൊക്കെ അക്സെപ്റ്റ് ചെയ്തത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാ? തല വെച്ച് കൊടുത്തതാണോ അതോ കുടുങ്ങിപ്പോയതാണോ എന്നുള്ളതാണ്. വല്ലാത്ത നിരാശയായിപ്പോയി. ലോജിക്കില്ല, ഒരു എൻ്റർടൈൻമെൻ്റ് ഇല്ല. നമ്മൾ സിനിമ കാണുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണല്ലോ. നമ്മൾ പൈസലാക്കി തിയേറ്ററിൽ കയറി കാണുന്നതല്ലേ. പിന്നെ നമുക്ക് OTT വന്നിട്ട് കണ്ടാൽ മതി, അല്ലെങ്കിൽ TV വരുമ്പോൾ കണ്ടാൽ മതി. തിയേറ്ററിൽ പോയി കാണുന്ന സമയത്ത് അതിനൊരു വാല്യൂ വേണം. ഇതൊന്നുമില്ല, ലോജിക്കില്ല, എൻ്റർടൈൻമെൻ്റ് ഇല്ല. ഒരു താത്ത പറയേണ്ട വർത്താനം അപ്പം നിങ്ങൾ കേൾക്കുന്നത്. പാട്രിയോട്ട് എന്നുള്ള സിനിമ മമ്മൂട്ടിൻ്റെയും മോഹൻലാലിൻ്റെയും മാത്രമല്ല, അതിൻ്റെ താഴെത്തട്ട് മുതൽ മേലേത്തട്ട് വരെ ആയിരക്കണക്കിന് ആൾക്കാർ, അതിൽ ചിലപ്പോൾ 500 രൂപക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. 500 മുതൽ ലക്ഷക്കണക്കിന് രൂപ വരെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടും അധ്വാനിച്ചിട്ടാണ് ഒരു പടം തിയേറ്ററിൽ ഇറക്കുന്നത്. എന്നിട്ട് ആ സിനിമ ഫസ്റ്റ് ഡേക്ക് ഫസ്റ്റ് ഷോക്ക് പോയി കണ്ടിട്ട് നിങ്ങൾ കുറ്റം പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്കൊരു മനസ്താപമില്ലേ? ചെറിയ പടമാണത്. 125 കോടി രൂപ മുടക്കിയിട്ട് ഒരുപാട് ആൾക്കാരെ പ്രതീക്ഷയിൽ ഇറക്കുന്ന ഒരു ഫിലിമാണിത്. അതിലൊരു മമ്മൂട്ടി മോഹൻലാൽ മാത്രമല്ല, മമ്മൂട്ടി അവിടെ ഇപ്പോൾ ദുബായിൽ, മോഹൻലാൽ USA. ഓൾക്കിപ്പോൾ ഈ പടം പൊട്ടിക്കഴിഞ്ഞാൽ ഒന്നും വരാനില്ല. പക്ഷേങ്കിൽ ഇതിൻ്റെ ഇടയിൽ കുറേ സാധാരണക്കാർ വർക്ക് ചെയ്യുന്നത്. അത് ഈ താത്ത ആലോചിക്കുക, പടത്തിൽ ലോജിക്ക് ഉണ്ടോ ഇല്ലേ? എല്ലാ പടത്തിലും ലോജിക്ക് ഉണ്ടായിട്ടാണോ ഈ പടങ്ങൾ വിജയിക്കുന്നത്? ബോക്സ് ഓഫീസിൽ എത്ര നല്ല ഫിലിംസ് ഇറങ്ങിയിട്ട് പൊട്ടുന്നുണ്ട്. ഉദാഹരണം പറയാം, ഈ മമ്മൂക്കാൻ്റെ പടം തന്നെ ബിഗ് ബി 2007 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. പക്ഷേ നമുക്കൊരു ഇമോഷണൽ ബോണ്ടൊക്കെ തോന്നണം അല്ലേ? എന്തെങ്കിലും സങ്കടം വരും, അല്ലെങ്കിൽ സന്തോഷം വേണം, കോമഡി വേണോ, ഒന്നുമില്ലാത്തൊരു സിനിമാനെ. 2 ലെജൻസ് മമ്മൂട്ടിയും മോഹൻലാലും കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരേ സ്ക്രീൻ പങ്കിടുന്ന കുറച്ച് നിമിഷങ്ങളും സീൻസൊക്കെ ഉണ്ട്. അത് കാണാൻ ഇഷ്ടമുള്ളവർക്ക് കാണാം. എന്നല്ലാതെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സിനിമ ഇറങ്ങുന്ന സമയത്തുണ്ടായിരുന്ന പാട്രിയോട്ട് എന്നുള്ള ഒരു വാക്കിനുണ്ടായിരുന്ന ഒരു ഗുമ്മുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സാധനം അന്ന് സിനിമ കാണുമ്പം എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ സിനിമ കാണുന്ന സമയത്ത് ഞാൻ ഖയാമ് പോയിട്ടാണ് കണ്ടത്. ഒരു എൻഡിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ആൾക്കാരൊക്കെ ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. താല്പര്യം ആളുകൾക്ക് ഒരു ഇഷ്ടമായിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ എനിക്ക് ആ ഫിലിം കണ്ടപ്പോൾ കാണുന്നുണ്ടായിരുന്നില്ല എന്നുള്ളൊരു തോന്നലായിപ്പോയി. അങ്ങനത്തെ ഇഷ്ടമായിട്ടില്ല എന്ന് പറയാം. പക്ഷേ നമ്മൾക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന ഒരു സന്ദർഭം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഇതായിപ്പോയി. നെഗറ്റീവ് പറയണല്ലോ കേട്ടോ. പക്ഷേ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരല്ലേ മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ. ഇങ്ങനെയുള്ള സ്റ്റോറി തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാവണില്ല. അത് മറ്റാരെങ്കിലും അവരെ കൊണ്ടയിട്ടതാണോ? എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. എന്തായാലും പോരാ. നിങ്ങൾ കാണണമെന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിരുന്നല്ലോ. എനിക്ക് പേഴ്സണലി ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, എന്തോ പോലെ. ഇത്രയും നല്ല എൻ്റർടൈൻമെൻ്റ് ഉള്ള പടം, ഒരു ആക്ഷൻ പടം ഞാൻ വേറെ കണ്ടിട്ടില്ല. പണ്ട് കൗരവർ, അതേപോലെ തന്നെ വേറെ പല പടങ്ങളുണ്ട്, സ്പടികമൊക്കെ. പക്ഷേ ബിഗ് ബിൻ്റെ അത്ര മാസ് BGMും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒരു പടം ഇവൾ പറയുന്ന പോലെ ഇത്രയും നല്ല എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അത് ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു? 10-15 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാൾ യൂട്യൂബ് കാണുമ്പോൾ പറയാണ് ഈ പടമൊക്കെ ഇപ്പോൾ തിയേറ്ററിൽ ഇറങ്ങിയെങ്കിൽ എന്തൊരു ആവേശം ആരവായിരുന്നു എന്ന്. അപ്പോൾ ആലോചിക്കുക, എല്ലാ നല്ല പടങ്ങളും ബോക്സ് ഓഫീസിൽ വിജയിക്കണില്ല. ഞാൻ അടുത്ത പടം പറഞ്ഞുതരാം. ആട് 2 3-ാം ഭാഗമല്ല 2-ാം ഭാഗം 2015 തിയേറ്ററിൽ ഇറക്കിയിട്ട് ആ പടം ഇറങ്ങിയതും കൂടി ആരും അറിയാതെ ആ പടം ഫ്ലോപ്പായി. ഇത്രയും നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു പടം പിന്നീട് മൊബൈലിൽ കാണുമ്പോൾ ആൾക്കാർ പറയാം എന്തൊരു രസമുള്ള പടമല്ലേ, ഇതൊക്കെ എങ്ങനെ ഫ്ലോപ്പായതെന്ന്. ഇനി അടുത്തത് കാണോ, ലെഫ്റ്റ്. ഇങ്ങനെ എത്ര നല്ല പടങ്ങൾ ഇവൾ പറയുന്ന പോലെ എത്ര ലോജിക്കുള്ള എൻ്റർടൈൻമെൻറ്റുള്ള കോമഡി, ആക്ഷൻ, എല്ലാ ഇമോഷൻസുള്ള എത്ര പടങ്ങൾ തിയേറ്ററിൽ ഫ്ലോപ്പായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒരു പടം ഇറങ്ങുമ്പോൾ എല്ലാ പടം എല്ലാവർക്കും പറ്റിക്കോളൊന്നും ഉണ്ടാവില്ല. ചില പടങ്ങൾ ഫ്ലോപ്പാവും, ചില പടങ്ങൾ വിജയിക്കും. പക്ഷേ ഈ പാട്രിയോട്ട് എന്നുള്ള പടം ഫസ്റ്റ് രാവിലെ തന്നെ പോയിക്കാണ് ഇങ്ങനെ കുറ്റം പറയുമ്പോഴേ അതിന് ചില്ലറ ഇതൊന്നല്ലല്ലോ ഉള്ളത്. അത് 125 കോടി ബഡ്ജറ്റിലുള്ളൊരു പടം. ചെറിയ പടങ്ങളൊക്കെയാണ് തിരക്കടില്ല. ഇത്രയും ഒരു പൈസ മുടക്കിയിട്ട് പ്രൊഡ്യൂസർ അവിടുന്ന് ഇവിടുന്ന് കടം മേടിച്ചിട്ടും റോൾ ചെയ്തിട്ടും ഈ പൈസ ഇങ്ങനെ ഡെവലപ്പാക്കിയിട്ട് ഒരു പടം ഇറക്കുമ്പോൾ രാവിലെ തന്നെ ഈ 100 റുപ്യയും നമ്മൾ പൈസ കൊടുത്തിട്ടല്ലേ ആയിക്കോട്ടെ, നമ്മൾ 100, 120, 150 പൈസ കൊടുത്തിട്ടല്ലേ നമുക്കത് പോയി. പക്ഷേ ആ 120 കോടി പോയി കഴിഞ്ഞാൽ കിട്ടണമെങ്കിൽ എത്ര വർഷങ്ങളെടുക്കും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ?
പടം രസമില്ലെങ്കിൽ അത് പൊട്ടും, രസം ഉണ്ടെങ്കിൽ അത് വിജയിക്കും ചെയ്യും. അല്ല പക്ഷേ ഈ ഫസ്റ്റത്തെ 2-3 ദിവസമുള്ള ഈ റിവ്യൂസ് ഉണ്ടല്ലോ, അത് നിർത്തേണ്ട പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 2 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ പറഞ്ഞോട്ടെ, ഇത് ഒരു പടം ഇറക്കുമ്പോഴത്തിന് കുറേ ആൾക്കാർ ഈ ആറാട്ടണ്ണനും മറ്റേ അണ്ണനും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വന്ന് കാണാം. അത് മമ്മൂട്ടി ഉഷാർ, മോഹൻലാൽ മറ്റേത്. എന്നിട്ട് ആ പടം ഒരു വഴിക്കാണ് മൂലക്ക് ചവിട്ടിത്താത്ത. അതുകൊണ്ട് ആർക്ക് നഷ്ടം? പറയുന്ന ആൾക്കാരൊക്കെ ഒരു മൊബൈലിൽ നെറ്റ് ഓൺ ആക്കിയിട്ട് ഫേസ്ബുക്കിലാണോ ക്യാമറ ഓൺ ആക്കിയിട്ട് പലതും വിളിച്ചു പറഞ്ഞാൽ മതി. പക്ഷേ ഈ പടത്തിൻ്റെ ഇടയിൽ പണിയെടുക്കുന്ന ഒരുപാട് കഷ്ടപ്പെട്ട ആൾക്കാർ, പ്രതീക്ഷയിൽ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്. ഓരോ സ്വപ്നങ്ങളാണ് നിങ്ങൾ തല്ലി തകർക്കണമെന്ന് ആലോചിച്ചാൽ മതി. ഇത്രയും ബിഗ് ബഡ്ജറ്റ് പടമാകുമ്പോൾ ഒരു സ്വല്പം മാന്യത, ഒന്ന് കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തിട്ടൊന്ന് പറഞ്ഞൂടെ? ഇത് ഫസ്റ്റ് ദിവസം തന്നെ വന്ന് കാണാൻ കുറ്റം പറിച്ചിലാണ്. വല്ലാത്തൊരവസ്ഥ തന്നെ കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി പറയാം, പണ്ടത്തെ പോലെ ഫാൻസ്, അത് ഇനി ഏത് നടൻ്റെ ഫാൻസായി കഴിഞ്ഞാലും ഫാൻസ് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഒരു പടം വിജയിക്കില്ല. അത് സാധാരണ പ്രേക്ഷകർ പോയി കണ്ടാൽ മാത്രമേ വിജയിക്കുള്ളൂ. നിങ്ങൾക്ക് ന്യായീകരണമായിട്ട് പറയാം, നമ്മൾ ഒരു 100 രൂപ കൊടുത്തിട്ടല്ലേ നമ്മളെ പൈസ കൊടുത്തിട്ട് പറയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമല്ലേ, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ എന്താ പറയുക, നമ്മൾ ഒരു മാനുഷികമായിട്ടുള്ളൊരു മൂല്യം വെച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കിങ്ങനെ നമ്മളൊരു സ്ഥാപനം ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് ദിവസം അതിനെ പറഞ്ഞിട്ട് കുറ്റം പറിച്ചിൽ എന്ന് പറയുമ്പോൾ അതൊരു നല്ല കാര്യമല്ലല്ലോ. ഈ പറയുന്ന താത്തനോടെ പറയാനുള്ളത്, നിങ്ങൾക്ക് 1-2 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് പറയായിരുന്നു. പക്ഷെ നിങ്ങളൊരു ഫസ്റ്റ് ദിവസം തന്നെ പ്രതീക്ഷയിൽ കാണാൻ പോകുന്ന ആൾക്കാരെയും കൂടെ നിങ്ങൾ നിരാശരാക്കി. പടം രസമില്ല നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് പൊട്ടും. അത് ഞാൻ പറഞ്ഞാലില്ലെങ്കിലും പടം രസമില്ലെങ്കിൽ അത് ഓടൂല. അത് ജനങ്ങൾ തീരുമാനിച്ചോട്ടെ. ഇങ്ങനെ ഈ ഫസ്റ്റ് ദിവസം തന്നെ വന്ന് കുറ്റം പറയുമ്പോൾ അത് സ്വല്പം ഒരു നല്ല പരിപാടി അല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിപ്പോൾ നിങ്ങളെ 150 രൂപ കൊടുത്തിട്ട് നമ്മളെ അഭിപ്രായം പറയൂലേ, നമ്മളെ സ്വാതന്ത്ര്യമല്ല, ഒക്കെ ശരി തന്നെ ആവും. പക്ഷെ നമുക്കത് നമ്മളൊരു മനുഷ്യന്മാരല്ലേ, എങ്ങനെയെങ്കിലും അതൊന്ന് ക്ലച്ച് പിടിച്ചോട്ടേന്ന്. അതിപ്പോൾ മമ്മൂട്ടിൻ്റെ മോഹൻലാലിൻ്റെ ആയതുകൊണ്ട് പറയുന്നതല്ല. ഇത്രയും വലിയൊരു പടം ഇറക്കിയിട്ട് പൊട്ടുമ്പോൾ ഭാവിയിൽ ഇനി ഇത്രയും വലിയ ബിഗ് ബഡ്ജറ്റിൽ പടം ഇറക്കാൻ ആൾക്കാർ മടിക്കും. അത് മാത്രം ആലോചിച്ചാൽ മതി.